ഞായറാഴ്ച ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം അറിയണ്ടേ, കാണണ്ടേ? ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഫാദേഴ്സ് ഡേ ആണെന്നുള്ളത് മോള് വന്നപ്പോഴേ അറിഞ്ഞത്. ഞായറാഴ്ച ഒരു പ്രത്യേകതയുള്ള ദിവസമല്ലേ. പള്ളിയിൽ പോകുന്നു, വരുന്നു, ആരെങ്കിലുമൊക്കെ വരുന്ന ദിവസമൊക്കെ അല്ലേ ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അടുക്കളയിലും എന്തെങ്കിലും ഒക്കെ ഒരുക്കി വയ്ക്കണമല്ലോ. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഉള്ളതുപോലെയൊക്കെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കുറേയൊക്കെ ചെയ്തു വെച്ചു. ഞാൻ കുറച്ച് വീഡിയോ മുമ്പ് എടുത്തു വെച്ചിരുന്നു. അപ്പം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ചയാണ്, ആരെങ്കിലുമൊക്കെ വരുമല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ കരുതൽ നമ്മൾ വീട്ടിൽ വേണമല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ വീഡിയോ വീണ്ടും എടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് ഫാദേഴ്സ് ഡേ ആണല്ലോ. അപ്പം പ്രതീക്ഷിക്കാതെ മോളും ഫാമിലി വന്നു. ഉച്ചയ്ക്ക് ചോറും ബിരിയാണിയും ചിക്കൻ കറിയും പിന്നെ വീണ്ടും ഞങ്ങൾ പിടിയും ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. സന്ധ്യയാകുമ്പോഴത്തേനും അവർ പോകും. എന്നാലും അവർ പോണതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ റെഡിയാകണമല്ലോ. അപ്പോൾ വേഗം ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാനത് ചിക്കൻ കറി അടുപ്പത്തിട്ടിട്ടുണ്ടെന്നല്ല, അയ്യോ, ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുക. തിളച്ച് മണം വരുന്നുണ്ട് കേട്ടോ. പാൽക്കറിയാണ്. അതെന്താ പാൽക്കറി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടു പലഹാരം പിടിയാണ് ഞാൻ കഴിക്കാനുണ്ടാക്കിയത്. ഔലൂസ് പൊടി കൊണ്ടുള്ള പിടി. അപ്പോൾ പിടി റെഡിയാക്കി. അപ്പം ഞാനിത് രണ്ടും നിങ്ങളെ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ പിടിയൊക്കെ ഉണ്ടാക്കണത് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം ഒരു സ്പെഷ്യൽ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഒരു തലയിൽ ഉദിച്ച ഒരു ബുദ്ധി. പെട്ടെന്നല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ രീതിക്ക് നമുക്ക് അപ്പുറവും ഇപ്പുറവും കയ്യും ഇതൊക്കെ അനങ്ങി ചെയ്യണ്ടേ. അപ്പം അത് കാരണം അതെങ്ങനെയാണോ ഉണ്ടാക്കിയത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് എങ്ങനെയാണോ ഉണ്ടാക്കിയത്, ഏത് നിസ്സാരക്കാർക്കും, അത് നിസ്സാരക്കാരെന്നല്ല, ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഉണ്ടാക്കുന്ന ഒരു രീതിയിലൂടെയാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ പിടി ഉണ്ടാക്കിയതും ചിക്കൻ കറിയും കാണിച്ചു തരാം. ഇനിയിപ്പോൾ അധികം എല്ലാം തീരുന്നത് വരെ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്കിത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ അതിനുള്ള സമയവും കണ്ടെത്തണമല്ലോ. മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. മത്തി ക്ലീൻ ചെയ്യുന്നു. ഉപ്പും ചൊറുക്കയും ചേർത്ത് ചട്ടിക്കലത്തിലിട്ട് ശരിക്ക് തേച്ച് ഉരച്ച് അതിൻ്റെ ഉളുമ്പ് കളയുന്നതാണ് ആ കാണുന്നത്. ഉളുമ്പിനാ കാണുന്ന ഒരുപാട് ഉളുമ്പുണ്ട്. ഈ വിനാഗിരിയും ഉപ്പും കല്ലുപ്പിട്ടാണ് ഇത് തേച്ചത്. അതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം അത് വെള്ളം നല്ല തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുക്കേണ്ടത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാമെങ്കിലും ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് എടുത്ത് പറയുന്നത്. ചാള എന്നൊക്കെ പറയില്ലേ, പണ്ടൊക്കെ ഞങ്ങൾ ചാള എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് നാളായിട്ടാണ് ഞാൻ മത്തി എന്ന് പറയണത്. അപ്പം ചാള കൂട്ടാനുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചാള ഞാൻ കഴുകി നന്നാക്കിയൊക്കെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇപ്പം ഈ എടുത്തു വെച്ചാണത് ചുമന്നുള്ളിയാണ്. ഞാനൊരു പിടി ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ചുമന്നുള്ളി കൂടുതൽ ചേർക്കണത്. പിന്നെ അതിന് ചേരുന്ന പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി നിട്ടാണ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. എടുത്തു വെച്ചിരുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. തീരെ വറ്റിച്ചെടുക്കണതിന് മല്ലിപ്പൊടി ചേർക്കണമെന്നില്ല. ഒരു മേമ്പൊടിക്ക് എന്നുള്ള ഞാൻ ഒരു ഇത്തിരി എടുത്തു വെച്ചിടണമെന്നുള്ളൂ. ഞാൻ ചിലപ്പോൾ ഒന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇപ്പം ഇതിൽ ഇത്തിരി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം വഴറ്റിയിട്ടും ചെയ്യാട്ടോ. ഇപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സാദാ കറിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉപ്പിടുകയാണ്. ഉപ്പിട്ടു. ഇനി ഇത്തിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് എല്ലാത്തിനും നല്ലതാണല്ലോ, ഈ രുചി കൂട്ടാൻ. എന്നിട്ട് ഞാനൊന്ന് തിരുമ്മുകയാണത്. ഇപ്പോൾ പുതിയ പിള്ളേരൊന്നും കൈ പുകയും മുളകിട്ട് തിരുമ്മിയ. അപ്പോൾ അതൊക്കെ ഏറ്റവും അവസാനം തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ആ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അതും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് തിരുമ്മുകയാണ്. മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. അന്യായ വിലയാ. ഇതിനകത്തേക്ക് ഞാനേ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മത്തി ഞാൻ 2-3 കഷ്ണാക്കാറുണ്ട്. ഇപ്പൊ ഞാനിതിങ്ങനെ വരഞ്ഞേക്കാണ്. ഓ, ഇത് വലുതാ. ഇങ്ങനെ പനിഞ്ഞീനുണ്ട് കേട്ടോ. അതേ മാറ്റി വെച്ചേക്കുക. അത് കറിക്കടെ തന്നെ ഇടുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഇവിടെ തിരുമാട്ടോ. ഓ, ഇതിൽ നിന്ന് 2 വറക്കുന്നുണ്ട്. അത് ഇനി വേറെ തിരിച്ച് 2 വറക്കുന്നുള്ളൂ. അപ്പോൾ വേറെ തിരിച്ച് അതിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉപ്പ് ചിലപ്പോൾ മുന്നിട്ട് നിൽക്കുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇനിയില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. തട്ടിപ്പൊത്തി വെക്കാം. വെളിച്ചെണ്ണയൊക്കെ ആയ കൈയല്ലേ. അപ്പൊ നമ്മളിത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. മുളകും ഇതല്ലേ ഇപ്പം എൻ്റെ കൈ മതി വലിയ വടിച്ചിട്ടു. ഇനിയിപ്പോൾ എനിക്ക് ഇനി ഇത് മൂടി വെക്കാം. ഒരിത്തിരി സമയം ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഏത് കുഴഞ്ഞ മീനുണ്ടെങ്കിലും വടി പോലെ നല്ലൊരു ബലം വെച്ച് കിട്ടും. അപ്പോൾ മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചാൽ മതി. അപ്പം ഞാനിത് അടപ്പത്ത് വയ്ക്കാൻ പോണ പനിങ്ങീൻ അവിടെ മാറ്റി വെച്ചേക്കുക. ഈ കറിക്കട ഇട്ട് തന്നെ ചേർത്ത് വയ്ക്കാമെന്ന് എഴുതിയേക്കാണ്. അപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. 2 ഞാൻ മാറ്റി വെച്ചു പൊരിക്കാനായിട്ട്. വെള്ളം എന്തോരം വേണം നോക്കട്ടെ കേട്ടോ. മീൻ തിളച്ച് വന്നു കഴിയുമ്പോൾ വെള്ളം ആകും. ഒരു നമക്കേ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടപ്പത്ത് വയ്ക്കാം. കറി തിളച്ചു, നല്ലോണം വെള്ളമായി. ഇനി അതൊന്ന് ചുറ്റിച്ച് വെക്കാം. ഇനിയും ചെറിയ തീയിലിട്ടാൽ മതി, അതവിടെ കിടന്ന് തിളച്ചോളും. ഒരുപാട് തീയിലിട്ട് പെട്ടെന്ന് വെള്ളം കുറയ്ക്കരുത്. ഇത് മൺകലം കൂടിയാണ്, പെട്ടെന്ന് അടിയിലും പിടിക്കും. ഇടയ്ക്ക് ചുറ്റിച്ചും കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഇനി ഒരു കുറച്ച് സമയം കൂടി ഇട്ടാൽ മാത്രം മതി. മീൻ അധികം വേവില്ലല്ലോ. അപ്പോൾ നമ്മുടെ മത്തിക്കറി ചാളക്കറി റെഡിയായി. ഞാൻ ഇതിൽ ഇച്ചിരി കറിവേപ്പില തിരുമ്മിയിട്ടിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ മേലെ ഇട്ട് ഒന്ന്
അടിഞ്ഞതിന് ശേഷം ഇറക്കി വെച്ചിരിക്കുന്ന ഒരു കറിയാണിത്. ഞായറാഴ്ച സ്പെഷ്യൽ വിഭവങ്ങൾ. മത്തി വറ്റിച്ചത്. ഇപ്പം നല്ല ടേസ്റ്റാട്ടോ മത്തിക്ക്. പനിഞ്ഞീനൊക്കെ ഉണ്ട് ഉള്ളിൽ, വലിയ മണമൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ചോറ് പെട്ടെന്നുള്ള ഒരുക്കത്തിൽ ഉണ്ടാക്കിയതാണെന്ന്, ഞായറാഴ്ചയൊക്കെ ആണല്ലോ, അപ്പോൾ പെട്ടെന്നൊരുക്കത്തിൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് ഇതാണ്, നെയ്ച്ചോറ്. ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല, നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത്. ഗ്രീൻ പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, സവാള വറുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 4 മണിക്ക് കഴിക്കാൻ കരുതി ഉണ്ടാക്കിയാണ്. ഒരു പലഹാരത്തിൻ്റെ ആരംഭമാണ്. ഇത് ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് പിന്നെ ഇത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ചങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഊണ് കഴിഞ്ഞിട്ടേ അതുമ്പോൾ തുടങ്ങണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞായറാഴ്ച വിഭവങ്ങൾ. എല്ലാവർക്കും ഞായറാഴ്ച ഒരു പ്രത്യേകതയാണല്ലോ. ആരെങ്കിലും പെട്ടെന്ന് കയറി വരും, അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ ഞായറാഴ്ച. ഒഴിവുള്ള ദിവസമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഞായറാഴ്ച വിഭവങ്ങൾ. ഇതാണ് പ്രത്യേക രീതിയിലുണ്ടാക്കിയ പിടി. ഇതൊരു കട്ട പോലും അടർന്നു പോയിട്ടില്ല. ഈ പ്രത്യേക രീതിയിലുണ്ടാക്കിയത് അങ്ങനെയാണ്, അടർന്നു പോയിട്ടില്ല. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി കടന്ന് തിളക്കിയാണ്. ഇനി അതിനകത്തേക്ക് മസാല ഇടാനുണ്ട്. പിന്നെ 1-ാം പാലും ചേർത്തിട്ടില്ല. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റിയിടണമെങ്കിൽ ഇടാം. അപ്പോൾ അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇന്നിപ്പോൾ ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പോൾ ഇതേൽ നിർത്തുകയാണ് ഞാനിപ്പോൾ.